ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ കേട്ടോ, കുഞ്ഞൊരു വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടേതായ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കുട്ടി വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നലെ എടുത്ത് വെച്ചതാണിത്. അപ്പോൾ എന്തായാലും ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെയും ലേറ്റ് ആവും. പിന്നെ എനിക്ക് വേറെ വീഡിയോസ് എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിലോ നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്താലേ എനിക്ക് സ്പേസ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ എന്ന് വെച്ചാൽ നന്ദുവിൻ്റെ കൈയാണ് ഇപ്പോൾ ഈ അഴിക്കുന്നത് കേട്ടോ. കൈയല്ല, സോറി, കൈയിൻ്റെ കെട്ടാണ് അഴിക്കണത്. പിന്നെ നന്ദുവിൻ്റെ കൈക്ക് ചെറിയൊരു ചതവ് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ട് അവൻ അറിയണില്ല. അതാണ് ഏറ്റവും വലിയ രസം. അവനോട് എന്ത് പറ്റി, എങ്ങനെ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ അറിയില്ല, എങ്ങനെ പറ്റിയെന്ന് അറിയില്ല, കൈ ഭയങ്കര വേദന. അങ്ങനെ അവൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇത് പറ്റിയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നോട് പറയണത്. കാരണം ഇത് മാറുമെന്ന് നോക്കിയിട്ട് മാറണില്ല എന്ന് കണ്ടപ്പോഴാണ് അവൻ്റെ അടുത്ത് വിവരം പറയണത്. പിന്നെ ഞാൻ 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു, എന്താണെന്ന് അറിയില്ലല്ലോ. പിന്നെ അധികം വെച്ചിട്ടിരിക്കാതെ നമ്മളിവിടെ CVN കളരി ഇവിടെ അടുത്താണ്, അവിടെ കൊണ്ടുപോയി ഞാൻ കെട്ടിക്കാൻ കൊണ്ടുപോയി. എനിക്കറിയില്ല എന്താ പറ്റിയെന്നുള്ളത്. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോൾ അവരിങ്ങനെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ചെറിയൊരു ചതവുണ്ട്, നല്ല നീരുണ്ട് എന്നൊക്കെ പറഞ്ഞു, കെട്ടേണ്ടി വരും എന്ന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കെട്ടി 1.5 പോയിട്ടൊരു 3 കെട്ടോട് തീർന്നു കേട്ടോ. 3 കെട്ടാണ് നന്ദുവിൻ്റെ കൈക്ക് കെട്ടിയത്. ഒരു കെട്ടിന് 300 കേട്ടോ. ഞാൻ നന്ദുവിനെ കുറേ ചീത്തയും പറഞ്ഞു, കൈയും കാലൊക്കെ നോക്കണ്ടേ, ഞങ്ങൾക്ക് അല്ലാണ്ട് ഒരുപാട് പൈസ ചിലവ് നമുക്ക് ഇനി മുന്നോട്ടുണ്ട്. അപ്പോൾ പിന്നെ എക്സ്ട്രാ വരണമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ നോക്കണം, നമ്മുടെ കൈയും കാലൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചീത്ത പറയും കേട്ടോ. പിന്നെ ഇവനെന്താ പറ്റിയെന്നും പറയണില്ലല്ലോ. അപ്പോൾ ഇതെന്താ എങ്ങനെയാ ഒന്നും അറിയണമില്ല. പിന്നെ ഞങ്ങൾ കെട്ടിച്ചു. 3 കെട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീരൊക്കെ കുറേ മാറി, അവൻ്റെ വേദന കുറേ മാറി, ഇനി നിങ്ങൾ തൈലം പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ 50 രൂപ കൊടുത്ത് വാങ്ങിയ തൈലാണിത്. ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് പോയി വരണവരെ തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു അമ്മ വന്നിട്ട് തൈലം തേച്ച് വെള്ളം ചൂടാക്കി, കല്ലുപ്പ് ഇട്ടിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ചൂട് പിടിക്കാൻ പറഞ്ഞിരുന്നു തൈലം തേച്ചതിന് ശേഷം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. തൈലം തേക്കാൻ പോവുകയാണ്. പിന്നെ നന്ദുവിന് വേദന ഒക്കെ ഉണ്ടോ എന്ന് നോക്കാട്ടോ. ഞാൻ നന്ദുവിനോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഓരോ ഭാഗം ഇങ്ങനെ തൊട്ടിട്ടും തിരിച്ചിട്ടൊക്കെ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് വേദന ഉണ്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചീത്തയും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും ഞാൻ അവനിടയിൽ ചീത്തയും പറയുന്നുണ്ട്. വെച്ചാൽ അവൻ്റെ അടുത്ത് എന്തിനോ ചൂടാവുന്നുണ്ട്. ഞാനതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ തോന്നുന്നു എന്തിനോ. പിന്നെ തൈലത്തിൻ്റെ സ്മെല്ലൊക്കെ ഞാനും മണത്ത് നോക്കി, അവനും മണത്ത് കൊടുത്തു. പിന്നെ തേച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ദിവസങ്ങളിൽ അത്രയും അവനെ കുളിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത കുഞ്ചൂസാട്ടോ. കുഞ്ചൂസ് നന്നായി അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ, ഞാൻ മാർക്കറ്റിൽ പോയി ഇവിടെ എത്തുമ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ള കുറച്ച് സമയം നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അവരെ കുളിയും പിന്നെ അവർ രണ്ടാളും ഞാൻ പോയി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പെരയുടെ ഒക്കെ കടിച്ചു വാരി ഉണ്ടാവും. പിന്നെ കുറച്ച് പാത്രങ്ങളിലൊക്കെ അവർ തേച്ച് മുറി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ ഞാൻ വരുമ്പോൾ ചായക്കുള്ള കൊണ്ടുവന്നാൽ അതൊക്കെ വേഗം 3 ആൾക്കും വിളമ്പി എല്ലാവരും ചായ കുടിക്കാനിരിക്കും. അപ്പം തന്നെ പിന്നെ സ്കൂളിൽ പോകാനുള്ള ടൈമായി. ആ ഒരു ടൈമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്ദുവിന് നല്ലോണം തൈലൊക്കെ തേച്ച് കൊടുക്കുമ്പോഴും ഞാൻ പിന്നെയും ചോദിക്കേണ്ടത് എങ്ങനെ പറ്റി, ഇങ്ങനെ ഉണ്ടാ, ഒരാൾക്ക് അറിയില്ല എന്താ പറ്റിയെന്ന്, എവിടെ കൊണ്ടുപോയി തട്ടോ എന്തെങ്കിലും ചെയ്തെന്നൊക്കെ ചോദിക്കേണ്ടത് ഞാൻ. പിന്നെ പണ്ടേ ഇവരെ കുളിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇപ്പം ഞാനല്ല, കുറേ കാലമായി ഞാൻ ഒരു കൊല്ലമൊക്കെ ഞാനല്ല, അവരൊറ്റയ്ക്കാണ് കുളിക്കൽ. ഞാൻ ആദ്യമൊക്കെ കുളിപ്പിക്കുമ്പോഴാണ് കയ്യോ കാലോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കാണാം ചെറിയ മുറിവ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ നല്ല പിച്ചും കൊടുക്കും. കാരണം ഞാൻ പറയും ഇങ്ങനെ കൈയും കാലൊന്നും മുറിച്ച് കൊണ്ടുവരരുത്, കൈയും കാലിനും ഇങ്ങനെ മുറിവൊന്നും പറ്റാതെ നോക്കണം. കളിച്ചിട്ടൊക്കെ പറ്റണതാണ്. പക്ഷേ ചില മുറിവ് കാണുമ്പോഴൊക്കെ നമുക്ക് സഹിക്കില്ല. നല്ലോണം മുറിവുണ്ടായിട്ട് അത് വേദന കൊണ്ട് ഇവരിങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിനെക്കാട്ടും ദേഷ്യമാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വരും അന്നേരം. എന്തിനാ ഇങ്ങനെ കൈയും കാലും ശ്രദ്ധിക്കാണ്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയായിപ്പോയി. ഞാൻ പിള്ളേരെ കൈയും കാലമൊക്കെ ഇങ്ങനെ ഇതുപോലെ പരിക്കൊക്കെ കൊണ്ടുവന്ന് ഞാൻ ചീത്തയാണ് ആദ്യം പറയുക. പിന്നെ എനിക്ക് തന്നെ സങ്കടമാവും കേട്ടോ, വിഷമിക്കുകയും ചെയ്യും ഞാൻ അതേപോലെ തന്നെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് നന്ദുവിനത് കെട്ടിക്കാൻ കൊണ്ടുപോയത്. പിന്നെ നല്ലോണം നമ്മുടെ ഓയിൽ എന്ന് പറയണത് തൈലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് കഴുത്തുളുക്കി കിടന്നുറങ്ങുമ്പോൾ പറ്റിയതാട്ടോ. 2 തലയണ വെച്ച് കിടന്നിട്ടേ കഴുത്ത് എനിക്ക് ഇടത്തോട്ട് ഒട്ടും തിരിയാൻ പറ്റണില്ലായിരുന്നു. വല്ലാത്ത ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഓട്ടോറിക്ഷയിലൊക്കെ കയറുന്നവരായിട്ട് സംസാരിക്കണമെങ്കിലും അവരുടെ അടുത്ത് പൈസ വാങ്ങാനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയാനായിട്ട് തിരിയണ്ടേ.
തിരിയുമ്പോൾ എനിക്ക് പറ്റണില്ല. അപ്പോൾ അവരായാലും ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും ഇങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നിന്നായാലും അവരിങ്ങനെ കുറേ കളിയാക്കും, കഴുത്ത് പിടിച്ചൊന്ന് തിരിച്ചേരട്ടെ അപ്പോൾ റെഡിയാവും, അല്ലെങ്കിൽ ആരെന്തെങ്കിലും അടി കിട്ടിയതാണോ എന്നൊക്കെ. പിന്നെ പിള്ളേർ പറയും അമ്മ പതിയെ ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും, അമ്മ ചെറുതായിട്ടൊന്നൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യും എന്നൊക്കെ. പക്ഷെ എനിക്ക് തിരിയാൻ പറ്റണില്ല കേട്ടോ, കഴുത്ത് തിരിക്കാൻ പറ്റണില്ല. ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു. സങ്കടം വരികയാണ്. ഇങ്ങനെ നമ്മൾ ഞാനൊക്കെ അത്രയും ശ്രദ്ധിച്ച് നടക്കുന്ന ഒരാളാണ്, പക്ഷെ ഇതെങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. ഉറക്കത്തായതാട്ടോ. അപ്പോൾ എന്തായാലും നല്ല ബുദ്ധിമുട്ടാണ്. ഈ അടുത്ത കാലത്തൊന്നും എൻ്റെ ഓർമ്മയിൽ എനിക്കിങ്ങനെ കഴുത്തൊളിക്കിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. എന്തായാലും എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും സംഭവിച്ചത് മുമ്പൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. കിടക്കുമ്പോൾ ഇങ്ങനെ വരുന്നുള്ളത് തന്നെ ഇപ്പോഴാണ് അറിയണത് കേട്ടോ. അങ്ങനെ ഞാൻ നന്ദുവിനെ കുഞ്ചൂസിനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഉറപ്പാണ് തുറക്കാൻ. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്, തിരിച്ച് വീടെത്തി. ഇനി ചായ കുടിക്കണം. ഞാൻ പോകുമ്പോൾ ഇന്ന് കടി കുറച്ച് ബാക്കി വന്നപ്പോൾ നന്ദുവിന് പത്തിരി വേണമെന്ന് പറഞ്ഞപ്പോഴേ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്തു. അപ്പോൾ ഒരു പത്തിരി എക്സ്ട്രാ ഉണ്ടായിരുന്നു, അവന് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനതെടുത്ത് പോണ സമയത്ത് കഴിച്ചുവിട്ടാ. വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ അത് കടിച്ച് നിന്നുകൊണ്ടാണ് പോയത്. പിന്നെ എനിക്കിന്ന് ചായക്ക് രാവിലെ ചിക്കൻ്റെ ചെറിയൊരു എന്താ പറയുക, പേരെനിക്കറിയില്ല. അപ്പം അതാണ് വാങ്ങിയത്. അതൊന്നും പപ്സ് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം പപ്സ് വാങ്ങിയപ്പോൾ അവർക്ക് അത് സമയമെടുത്ത് ആസ്വദിച്ച് തിന്നാൻ പറ്റില്ല എന്നുള്ള പരാതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് പപ്സ് ഇന്ന് സമയം ഉണ്ടായിരുന്നു. അവർ അത്യാവശ്യം നല്ല രീതിക്ക് ഇരുന്ന് കഴിച്ചു. പിന്നെ ഈ സ്റ്റാൻഡ് മേടിക്കണുണ്ടോ, കാരണം സ്റ്റാൻഡ് മേടിക്കണം, മൈക്ക് മേടിക്കണം, പറ്റണില്ല വാങ്ങാൻ വിചാരിച്ചിട്ട്. ഇത് നന്ദുവിനും കുഞ്ചൂസിനും ചായ രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിരിക്കുന്ന ഫ്ലാസ്കാണ്. ഇപ്പോൾ ആദ്യം ഞാനിത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇഞ്ചിക്കട്ടൻ ഇതിലായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എനിക്കിതാണ് വാങ്ങിയത്. നന്ദു എന്നോട് പറഞ്ഞു അമ്മ എന്തിനത് വാങ്ങി, ചെറുതല്ലേ വയറ് നിറയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കോഴിമുട്ടയും ചായ കുടിച്ചു. മാർക്കറ്റിൽ വെച്ചിട്ടൊരു കോഴിമുട്ടയും ചായ കുടിച്ചു. പിന്നെ എനിക്ക് ഇത് ഈ ഒരു തേങ്ങ കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ആ തേങ്ങ എനിക്ക് റോഡിൽ നിന്ന് കിട്ടിയ കേട്ടോ. അപ്പം ഇത് ഇങ്ങനെയാണ് കാണാൻ കേട്ടോ. ഇതില്ലേ ദോശയല്ല, നമ്മളെ ഗോതമ്പിൻ്റെ ഒക്കെ ദോശ ഉണ്ടാക്കില്ലേ, അതേപോലെ മൈദ ദോശ ആണെന്ന് എനിക്കറിയില്ല, മൈദയും തോന്നുന്നു. മൈദ കലക്കി പരത്തിയിട്ട് അതിൽ ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയണത് നമ്മളെ ചിക്കൻ റോളൊക്കെ അത് കഴിക്കുമ്പോൾ ഉണ്ടാവും ടേസ്റ്റ് കേട്ടത്. ചായ ഒഴിച്ചപ്പോൾ 1/2 ഗ്ലാസ് കിട്ടുള്ളൂ, മതി എനിക്ക്. ചായ വെറുതെ കണ്ടമാനം കുടിക്കണ്ടല്ലോ, പാൽ ചായല്ലേ. അപ്പം ഞാൻ ചായ കുടിക്കേണ്ടതുണ്ട് കേട്ടോ. രാവിലത്തെ ചായയും കുടിച്ച് ഞാൻ അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. നല്ല ഉറങ്ങി കുറേ സമയം. പിന്നെ സമയം നോക്കിയപ്പോൾ മക്കളെ വിളിക്കാൻ പോകാനുള്ള സമയമായി, വൈകുന്നേരം. അങ്ങനെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി മക്കളെ കൂട്ടാൻ വേണ്ടി പോയി. ഇതേ തിരിച്ച് നമ്മളെ വീടെത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന വലിയ വീടാണ് ഞങ്ങളുടെ ഓണറെ വീട്. എപ്പോഴും വീഡിയോയിൽ സൈഡൊക്കെ അല്ലേ കാണാറുള്ളൂ. പിന്നെ വീടെത്തി കഴിഞ്ഞാലൊരു യുദ്ധമാണ്. നന്ദു കുഞ്ചൂസിനെ ഏൽപ്പിക്കും ഗേറ്റ് തുറക്കാൻ, കുഞ്ചൂസ് ഏട്ടനെ ഏൽപ്പിക്കും. അപ്പം ഞാൻ പറയടാ ആരെങ്കിലും ആണ് പോയി തുറക്കടാന്ന് പറയും. അപ്പം അതിനൊരു തീരുമാനമാവും. പിന്നെ സാധാരണ നമ്മൾ കടി വാങ്ങി വീട്ടിൽ വന്നിട്ടൊന്നുമില്ല, ചായ കാച്ചി കുടിക്കും. അല്ലെങ്കിൽ മജീദ് കടയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ചായയും കുടിച്ചിട്ടാണ് വരിക.
ഇന്നലെ ഇപ്പോൾ ഇത് രണ്ടും സംഭവിക്കാതെ ഞങ്ങൾ കടി വാങ്ങിയിട്ട് ആൻറ്റിയുടെ വീട്ടിൽ പോയി. ആൻറ്റി ഞങ്ങൾക്ക് ചായയൊക്കെ കാച്ചി തന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മളൊരുമിച്ച് ചായയൊക്കെ കുടിച്ചു. ചായ കുടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്നലെ വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വണ്ടി എടുത്ത് ഓടാൻ തന്നെ പോയി. പിന്നെ ചായ കുടിച്ചല്ലോ. ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ നന്ദു ആണെങ്കിൽ കുഞ്ചൂസിന് എന്തോ കളിപ്പിക്കുകയാണ്. അപ്പം ഞാൻ വരുമ്പോൾ വീടെത്തിനെക്കാട്ടും മുന്നുള്ള വീഡിയോ എടുക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തപ്പോൾ അവരെ വക കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്താടോ. പിന്നെന്താ, രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പം ഞാൻ ഓർത്ത് കുറച്ച് നേരം ഓടിയിട്ട് വേഗം വീട്ടിലേക്ക് വരാം, വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കുറച്ച് സമയം വണ്ടി എടുത്ത് ഓടി. പിന്നെ ഞാൻ നാളത്തേക്കുള്ള പാലും കോഴിമുട്ട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വേഗം തന്നെ വീട്ടിലേക്ക് പോരുകയാണ്. എന്നുവെച്ചാൽ വീട്ടിൽ വന്നിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു, കുറച്ച് ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അലമാരയിൽ ഡ്രസ്സിൻ്റെ ഇടയിലൊക്കെ നിറച്ച് ഉറുമ്പായിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് കംപ്ലീറ്റ് വലിച്ച് ഞാനൊരു പായിട്ടിട്ട് ഒക്കെ അതിൽ താഴ്ത്ത് വലിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി എടുത്ത് ഓടി അങ്ങനെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോയി. അങ്ങനെ ഞാൻ ഈ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ വളരെ കുറച്ച് മത്തി നമ്മളെടുത്തതിൻ്റെ ബാലൻസ് കുറച്ച് മത്തി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. വേഗം അത് മുറിച്ച് കുറച്ച് തേങ്ങ അരച്ചിട്ട് ചെറിയൊരു കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് കേട്ടോ. കൂടെ കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കൾക്കുള്ള അവരെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കുള്ളതാണ് ഇതിൽ കാണുന്നത്, അതാണ് കുറച്ച് ചായ. പിന്നെ ഉപ്പുമാവ് നമ്മുടെ തൃശ്ശൂർത്തെ സ്റ്റൈലാട്ടോ. ഇവിടെയൊക്കെ കോഴിക്കോടൊക്കെ അധികവും പച്ചക്കറി, അതായത് ക്യാരറ്റൊക്കെ ഇട്ടിട്ടല്ല ഉണ്ടാക്കുക. ഞാൻ തേങ്ങ ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ എന്തായാലും മത്തിക്കറി കൂട്ടിയിട്ട് ഉപ്പുമാവും കട്ടൻ ചായയൊക്കെയാണ് രാത്രിത്തെ ഫുഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.